അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും പിന്തുണയോടെ പ്രവർത്തിക്കുന്ന വിതരണ കേന്ദ്രം തുറക്കുന്നതിന് പ്രതീക്ഷയോടെ ആയിരക്കണക്കിന് പേർ രാത്രി മുഴുവൻ അവിടെ കാത്തുനിന്നിരുന്നു. ഗാസയിലെ ജീവിതം എത്രത്തോളം ദുഷ്കരമാണെന്ന് ഈ കാത്തിരിപ്പ് വ്യക്തമാക്കുന്നുണ്ട്. ബുധനാഴ്ച പുലർച്ചെ 1 മണിയോടെ അവർ ഞങ്ങൾക്ക് നേരെ വെടിയുതിർക്കാൻ തുടങ്ങി. ടാങ്കുകൾ, വിമാനങ്ങൾ, ക്വാഡ്കോപ്റ്റർ ബോംബുകൾ എന്നിവയിൽ നിന്നുള്ള വെടിവയ്പ് അതിശക്തമായിരുന്നുവെന്നും ഷാർ AFPയോട് വെളിപ്പെടുത്തി. ഇതൊരു ചെറിയ വെടിവയ്പ് ആയിരുന്നില്ല, മറിച്ച് വിവിധ ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള ശക്തമായ ആക്രമണമായിരുന്നു. ഷുഹാദ ജംഗ്ഷൻ അടുത്ത് വെടിവയ്പിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയാത്തത്ര വലിയ ജനക്കൂട്ടമുണ്ടായിരുന്നു. ആളുകൾക്ക് ഓടി രക്ഷപ്പെടാൻ പോലും ഇടമില്ലാത്ത വിധം തിങ്ങി നിറഞ്ഞ അവസ്ഥയായിരുന്നു അവിടെ. ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ നടത്തുന്ന വിതരണ കേന്ദ്രത്തിൽ നിന്നും നടക്കാവുന്ന ദൂരത്ത് മരിച്ചവരും പരിക്കേറ്റവരും നിലത്ത് കിടന്നിരുന്നു. ഞങ്ങൾക്ക് അവരെ സഹായിക്കാൻ കഴിഞ്ഞില്ല, അദ്ദേഹം വേദനയോടെ കൂട്ടിച്ചേർത്തത് അങ്ങനെയായിരുന്നു. ഈ വാക്കുകൾ ആ നിമിഷം അവർ അനുഭവിച്ച നിസ്സഹായതയും ഭീകരതയും വ്യക്തമാക്കുന്നുണ്ട്.